ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. ഒരു കപ്പ് റവയാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വറുത്ത റവയോ വറുക്കാത്ത റവയോ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു റവ നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് മാത്രം നമ്മളിതുപോലെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ റവയൊക്കെ നല്ല രീതിയിൽ കുതിർന്ന് വരും. ഇനി ഈ ഒരു കുതിർന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സമയത്ത് ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തൈരിൻ്റെ ആ ഒരു നനവിലാണ് ഇപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി അതിനെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും നല്ല ജീരകവും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പകുതി സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് സവാള മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം സവാളയൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ നമ്മൾ സവോള വഴറ്റിയെടുത്ത സമയത്ത് പച്ചമുളകോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ചെറിയൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കയ്യിൽ മാവാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള പാത്രം വേണമെന്നില്ല, നമുക്ക് ചീനച്ചട്ടിയിലും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതിലൊഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒരൊറ്റ തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിനെ വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് പാനിൻ്റെ ചൂട് ഓവറാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ചൂടോട് കൂടെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ബാക്കിയുള്ളതും ഞാൻ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് കട്ടിയിൽ ഇത് ഒഴിച്ച് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കട്ടി കുറച്ചിട്ട് ആ ഒരു രീതിയിലും റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ തലേന്നൊക്കെ അരി അരച്ച് വെക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും എന്നും ഒരേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയും ഒരു സൈഡ് കുക്കായി വന്നപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ഒരു ടേസ്റ്റാണ്. എന്നാലും തേങ്ങാ ചട്നിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാതും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റവ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺദോശയാണ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ.